ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വെർട്ടിക്കൽ ഗാർഡന് ചെയ്യാൻ പോണത്. ഈ വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ മുന്നേ ഇതിന്ന് ചൈനീസ് വാൽസം വലുതായപ്പോൾ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇത് കുറേ നാളായിട്ട് ഇപ്പം ഇങ്ങനെ ഫ്രീ ആയി വെച്ചിരിക്കുക. ഞാൻ ഒരു ചെടിയും പിന്നെ ഞാൻ നട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം വെർട്ടിക്കൽ ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ ചെയ്യുന്നത് ചെടികളൊന്നല്ല, നമുക്ക് പൊന്നാങ്കണ്ണി ചീരീന് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ആയി ഇന്ന് ചെയ്യാൻ പോണത്. ഒരുപാട് ഗുണങ്ങളുള്ള ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരീന് പൊന്നാങ്കണ്ണി ചീര. പണ്ടൊക്കെ ഇത് തമിഴ്നാട്ടിലാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പാലക്കാട് ഏക്കർ കണക്കിന് സ്ഥലത്തിന് പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് ഇതിൽ വെർട്ടിക്കൽ ഗാർഡൻ പോലെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. നമുക്ക് ചീര ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ, കറി വെച്ച് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. എല്ലാ അസുഖങ്ങൾക്കും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അത് പറയുന്നത്. അപ്പം തമിഴ്നാട്ടിലൊക്കെ മുന്നേ ഇത് ഇഷ്ടം പോലെ ആൾക്കാർ കഴിച്ചിരുന്നത്. നമ്മുടെ കേരളത്തിലാണ് ഈ പൊന്നാങ്കണ്ണി ചീര അധികം ആരും കഴിക്കാത്തത്. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത്. കണ്ണിന് പൊന്നിന് പൊന്നാങ്കണ്ണി ചീര എന്നൊരു ഇതും കൂടി ചൊല്ലുണ്ട്. പകല് നക്ഷത്രം കാണാം. ഇത് 40 ദിവസമാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ല കാഴ്ച കിട്ടും, തെളിച്ചം വരുന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ നല്ലതെന്ന് പറയുന്നത് പൊന്നാങ്കണ്ണി ചീര കഴിക്കുന്നത്. 40 ദിവസം തുടർച്ചയായി കഴിക്കണം. അപ്പം നമ്മുടെ ആരോഗ്യത്തിനും കണ്ണിനും ഒക്കെ നല്ല, വയറിനും എല്ലാത്തിനും നല്ലതെന്ന് പറയുന്നത്. അതുപോലെ പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് മുലപ്പാൽ ഉണ്ടാവാനും അതിനൊക്കെ വളരെ നല്ലതെന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ഇതിൽ ചീരയൊക്കെ നട്ടുപിടിപ്പിച്ചാലാ. അത് പൊന്നാങ്കണ്ണി ചീരയുടെ ഏത് ഭാഗമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ നമ്മൾ നടാൻ പോണേന്നൊന്ന് നോക്കാം നമുക്ക് കേട്ടാ. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഞാനിത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇനി നുള്ളി എടുത്തിട്ട് വേണം നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ. കണ്ട, ഇത് വെയിൽ തട്ടുമ്പോൾ നല്ല പിങ്ക് കളർ വരും. വെയിൽ അധികം ഇല്ലാത്ത ഭാഗത്ത് ഇതുപോലെ പച്ച കളറായിട്ട് നിൽക്കും, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പം ഇതിന് നമുക്ക് കുറേശ്ശെ ഇത് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇതിനൊരു പൂവൊക്കെ വരും, ചെറിയ ചെറിയ പൂക്കൾ വരും പൊന്നാങ്കണ്ണി ചീരയ്ക്ക്. ഇതിന് നമുക്ക് ചെറിയ തണ്ടുകൾ മുറിച്ചെടുക്കാം. പൊന്നാങ്കണ്ണി ചീര ഞാനിപ്പോൾ അതിനാണ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കുറേ സ്ഥലത്ത് ഞാൻ നട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടിട്ടുള്ളതാണ്. നമുക്ക് കൈ കൊണ്ട് തന്നെ നുള്ളിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് അത്ര തണ്ടിന് അത്ര വലിയ ബലമൊന്നുമില്ല. കണ്ട, ഇതേപോലെ നമ്മൾ ഈ വലിപ്പത്തിൽ നുള്ളിയെടുക്കാം. നുള്ളിയെടുത്ത് കഴിഞ്ഞിട്ട് പുതിയ തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ നുള്ളിയെടുത്ത് കഴിഞ്ഞാൽ പുതിയ തൈകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇത് തമിഴ്നാട്ടിൽ മാത്രം മുന്നേ ഉപയോഗിച്ചിരുന്ന ചീരിന് ഇപ്പം നമ്മുടെ പാലക്കാടൊക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്നുണ്ട്. മലയാളികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഗുണം അറിഞ്ഞു തുടങ്ങിയപ്പോഴേ എല്ലാവരുടെ വീടുകളിലും വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ട് ഇത്. അപ്പം നമുക്ക് ഞാനൊന്ന് വെർട്ടിക്കൽ ഗാർഡനായി ചെയ്തിട്ട് ഇത് എങ്ങനെ നന്നാവുമെന്ന് നോക്കാനാണ്. നല്ലതായി വരികയും ചെയ്യും. പിന്നെ നമുക്ക് ചെടി പോലെ നല്ല ഭംഗിയിൽ, വെയിലുള്ള സ്ഥലമായോണ്ടുണ്ടല്ലോ ഇവിടെ, നല്ല വെയിലാണ് ഇവിടെ. അപ്പം ഈ വെയിലുള്ള സ്ഥലമായോണ്ട് നല്ല ഇതേപോലെ പിങ്ക് കളർ വരികയും ചെയ്യും. ചെടിയുടെ പോലെ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും. കണ്ട, ഇത് കണ്ട, വെയിലുള്ളതുകൊണ്ട് നല്ല പിങ്ക് കളർ. അപ്പൊ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ. നമുക്ക് ആവശ്യത്തിന് ചീര നുള്ളാനും എളുപ്പമാണ്. ഒന്ന് പൊങ്ങി വരുമ്പോ നമുക്കതൊന്ന് കത്രിക വെച്ച് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഒരേ ലെവലിൽ വളർന്നു വരുമ്പോ എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കും. ഇതിനൊരു ചെറിയൊരു പൂവ് വരും. കണ്ട, ഇതിന്റെ പൂവ് പിന്നെ ഒരു വെള്ള കളറിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരും. ഈ പൂവൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ ആവുമ്പോ നമ്മൾ നുള്ളിയെടുക്കണം. അപ്പൊ നല്ല ടേസ്റ്റാണ് ചീരക്കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നുള്ളി. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിൽ നട്ട് കൊടുക്കാം. നടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഇത് ഇപ്പൊ
പോട്ടിംഗ് മിക്സ് ഒക്കെ നിറച്ച് വെച്ചാൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി, വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി മണ്ണിൽ. അപ്പൊ നമുക്ക് ഇതിലൊന്ന് കുത്തി കൊടുക്കാം. ഇതൊന്ന് വേരോടി കിട്ടണ വരെ 2 നേരം ഒന്ന് ചെറുതായിട്ട് നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട, നല്ല വെയിലല്ലേ ഇപ്പൊ. വെയിലായോണ്ട് നമുക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വേരോടും കേട്ടാ പൊന്നാങ്കണ്ണി ചീര. അപ്പൊ ഞാൻ യൂട്യൂബിലൊന്നും കണ്ടില്ല ആരും വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് പൊന്നാങ്കണ്ണി ചീര ചെയ്യുന്നത്. പാടങ്ങളിൽ കൃഷി ചെയ്യുന്നതാ കണ്ടത്. അപ്പൊ ഞാനൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എത്ര സക്സസ് ആവുന്നൊന്നും അറിയില്ല, ചെയ്ത് നോക്കാം നമുക്ക്. ഈ കണ്ണടയൊക്കെ വെക്കുന്ന കുട്ടികൾക്ക് ഇതിന്റെ ചീരയുടെ ഇത് കഴിച്ചു കഴിഞ്ഞാല് കണ്ണടയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നെന്ന് പറയുന്ന അത്രയും തെളിച്ചം കിട്ടുന്നു കണ്ണിന്. മെയിനായിട്ട് ഇത് പറയുന്നത് കണ്ണിന്റെ കാര്യമാണ് കേട്ടാ. ഈ പൊന്നാങ്കണ്ണി ചീര കഴിച്ചാല് കണ്ണിന് നല്ല തെളിച്ചം കിട്ടുന്നു പറയുന്നത്. നട്ട് വളർത്താനും വളരെ എളുപ്പമാണ്. ഇതിന്റെ തണ്ട്, ചെറിയ തണ്ടുകൾ ഇതുപോലെ നുള്ളി എടുത്തിട്ടാണ് നമ്മള് നട്ട് വളർത്തുന്നത്. അപ്പൊ നട്ടുപിടിപ്പിക്കാനും വളരെ എളുപ്പമാണ്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിലും ഇതിന്റെ തണ്ടുകള് നുള്ളി എടുത്തിട്ട് നടാം. ഇത് ഓൺലൈനില് ഒരു ഇതുപോലത്തെ ഞാൻ കാണിച്ചു തരാം. ഓൺലൈനിൽ തന്നെയാണ് ഇതേപോലെ വേര് പിടിപ്പിച്ച ഒരു തൈക്ക് 5 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നത്. ചെറിയ ചെറിയ തൈകൾ വേര് പിടിപ്പിച്ചതുണ്ടല്ലോ, ഇങ്ങനെ വേര് പിടിപ്പിച്ച തൈ 5 രൂപ ഒരു തൈക്ക് വെച്ചിട്ടാണ് വിൽക്കുന്നത് ഓൺലൈനിൽ. വലിയ വലിയ കൃഷിക്കാരൊക്കെ വിൽക്കുന്നത്. പിന്നെ കിലോയ്ക്ക് 1000 രൂപ വരെ വിലയുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എനിക്കറിയില്ല, അങ്ങനെ ഞാൻ വായിച്ചു. അപ്പൊ നമുക്ക് ഇതല്ലാതെ ഇതുപോലെ നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. പോട്ടിംഗ് മിക്സ് ഒക്കെ മുന്നേ നിറച്ച് വെച്ചിട്ടുള്ള കാരണം നടാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ പൊന്നാങ്കണ്ണി ചീര കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് കർഷകർ ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. ഏക്കർ കണക്കിനാണ് ഇപ്പൊ ഈ ചീര കൃഷി ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് ഇതുപോലെ ഒന്ന് നട്ടു കൊടുക്കാം കേട്ടാ. ഞാന് 2-3 തണ്ടൊക്കെ വെച്ച് നട്ടു കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് ഉണങ്ങി പോവുക ചീഞ്ഞു പോവുക ചെയ്താ വേറെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ നല്ല ബുഷിയായിട്ട് വളർന്നു വരുമ്പോ ഒരു ഭംഗിയല്ല കാണാനായിട്ട്. അതിലും ചീര നടല് കഴിഞ്ഞു കേട്ടാ. ചെറിയൊരു സ്പേസിലാണ് എന്റെ വെർട്ടിക്കൽ ഗാർഡൻ. അപ്പൊ ഇതില് നമ്മൾക്ക് നട്ടിട്ട് നോക്കാം നമ്മുടെ ചീര എങ്ങനെ വളർന്നു വരുന്നുള്ളത്. എല്ലാത്തിലും ഞാൻ 2-3 തണ്ട് ഈ സൈസ് വെച്ചിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 നേരം വെള്ളം കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് വേര് പിടിച്ചു വരുന്നവരെ. പെട്ടെന്ന് വേര് പിടിക്കൂ, ഇത് നശിച്ചു പോണ ചീരയല്ല ഇത്. പെട്ടെന്ന് നമുക്ക് വെള്ളം ചെറുതായിട്ടൊന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. വെയിലുള്ളതുകൊണ്ടുണ്ടല്ല ഇവിടെ നല്ലതായിട്ട് നല്ല കളറ് ആയിട്ട് വരും ചീര. പിങ്ക് കളർ വരും നല്ല വെയിലുള്ളോടത്ത്. വെയിലില്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ പച്ച കളറായിരിക്കും ഈ ചീര. നമ്മള് വെള്ളമൊക്കെ ഒഴിച്ചു. ഈ ചീര പൊന്നാങ്കണ്ണി ചീര ആണോ എന്ന് മനസ്സിലാവാനായിട്ട് നമ്മൾ ഇതിന്റെ ഇലയൊന്ന് കത്തിച്ച് നോക്കാം. കത്തിച്ച് നോക്കി കഴിയുമ്പോ ഇത് കത്തിക്കുമ്പോ നല്ലൊരു സ്മെല്ലിന് വരാം. വേറെ കളകളൊക്കെ ഇന്നുവെച്ചാല് നമുക്ക് അത് ഒരു ചീത്ത സ്മെല്ലായിട്ട് വരാം. ഇതിന്റെ ഇല കത്തിക്കുമ്പോ നല്ല മണം. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പൊന്നാങ്കണ്ണി ചീര ഏതെന്നുള്ളത്. അല്ലെങ്കിൽ ഇതിന്റെ ഇലകൾ കണ്ടാൽ മനസ്സിലാവും നമുക്ക്. പിന്നെ ഇതിനൊരു ചെറിയ ചെറിയ പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചീര മനസ്സിലാവും.
വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ പൂക്കളും അങ്ങനത്തെ ചെടികളൊക്കെ അല്ലേ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ചീര തന്നെ വെർട്ടിക്കൽ ഗാർഡനായി ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നോക്കാം. ആയിക്കഴിഞ്ഞാൽ നല്ലതായി. നമുക്ക് ഇത് ഇങ്ങനെ നുള്ളിയെടുത്ത് കറി വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇതുപോലെയുള്ള ചെറിയ ചീരകളൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് വലിയ പറമ്പുകളോ പാടങ്ങളൊന്നും വേണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ പോലെ നമുക്ക് ചെയ്തെടുക്കുക. ചെറിയൊരു സ്പേസിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട ചീരയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്ലാറ്റിലായാലും നമുക്ക് ബാൽക്കണിയിലൊക്കെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം നെറ്റൊക്കെ വെച്ച് കെട്ടി ഇതുപോലെ ചെറിയ ചെറിയ ചട്ടികളൊക്കെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീരകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പം ആരും പറമ്പില്ല പാടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം. സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.